അപ്പോൾ പുതിയൊരു കഥയുമായിട്ട് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇത് ജാൻസിയുടെയും അവൻ്റെ സയേമിൻ്റെയും കഥയാണ്. അതായത് സയേമിൻ്റെ ജാൻസി റാണിയുടെ കഥ. എൻ്റെ പൊന്നു ജാൻസി കൊച്ചേ, സത്യമായിട്ടും അവൾ വേണം വിചാരിച്ച് ചെയ്തതായിരിക്കില്ലടി മോളെ. കത്രീന ചുറ്റിലും ഒന്ന് നോക്കി ശബ്ദം ഒതുക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ആളുകൾ കേട്ടാൽ നാണക്കേടല്ലേയോ? ജാൻസിക്ക് തല്ലും വഴക്കുമൊന്നും പുത്തരിയല്ല എന്ന് കത്രീനയ്ക്ക് നന്നായി അറിയാം. എന്ന് കരുതി അവൾക്കൊപ്പം നിന്ന് കത്രീനക്ക് അങ്ങ് തുള്ളാനൊക്കുവോ? കത്രീനക്ക് അത്യാവശ്യം നാട്ടുകാരുടെ നാവിനെ പേടിയുള്ള കൂട്ടത്തിലാണ്. അതും പോരാഞ്ഞ് ആ നാട്ടിലെ പ്രമാണി കുടുംബങ്ങളിൽ ഒന്നാണ് തങ്ങളുടേത്. ഇതിപ്പോൾ നാട്ടുകാർ കേട്ടാൽ എന്നാ വിചാരിക്കും? കൊച്ചമ്മ ഒന്നും മിണ്ടാതിരുന്നേ, അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം. ലീസ മുന്നിലോട്ട് കയറി വരുന്നു പറയവേ കത്രീന അവളെ നോക്കി കണ്ണുരുട്ടി. കത്രീന കൊച്ചമ്മയുടെ നോട്ടം കാണെ ലീസ ഒന്ന് വിരണ്ടുപോയി. ലീസയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. കുരിശിങ്കൽ ലീസ വീട്ടുജോലിക്ക് വന്ന് തുടങ്ങിയിട്ട് മാസം 2 ഉള്ളൂ. അവളോട് 100 വട്ടം കത്രീന പറഞ്ഞിട്ടുണ്ട്, മുറ്റം അടിച്ചു വാരിയ ചവർ അപ്പുറത്തെ പറമ്പിലേക്ക് തട്ടരുത് എന്ന്. 2 വട്ടം കൂട്ടിയിട്ട് കത്തിക്കാൻ ഉള്ള മടി കൊണ്ട് ലീസ അങ്ങനെ ചെയ്യുന്നത് കത്രീന കണ്ടതാണ്. മതിലിനപ്പുറം ജാൻസി കൊച്ചിൻ്റെ പറമ്പാണ്. ഒരു ഇല പോലും ഇല്ലാതെ അവൾ അടിച്ചു വാരി കൊണ്ടു നടക്കുന്നതാണ് അവിടെ. ജാൻസി കൊച്ചേ, ഇനി ഉണ്ടാവില്ലടി കൊച്ചേ, നീ അങ്ങ് ക്ഷമിച്ചു കളാ, കത്രീന ജാൻസിയോട് പറഞ്ഞു. കത്രീന അമ്മച്ചിക്ക് അത് പറയാം. ഇത് ഈ പെണ്ണുമ്പിള 3ാമത്തെ തവണയാ ഇങ്ങനെ ചെയ്യുന്നേ. ജാൻസി ലിസയെ നോക്കി കണ്ണുരുട്ടി. പെണ്ണുമ്പിള്ള നിന്റെ... ലിസ എന്തോ പറയാൻ വന്നതാണ്. ഞൊടിയിടയിലാണ് ജാൻസി ആ മതിലെടുത്ത് ചാടിയത്. ഇത് തള്ളേ, മര്യാദക്ക് സംസാരിച്ചില്ലേ ജാൻസി ആരാണെന്ന് നിങ്ങൾ അറിയും. വിരലും ചൂണ്ടി തറപ്പിച്ച് അവളങ്ങ് പറഞ്ഞപ്പോൾ ലിസ പേടിച്ചു വിറച്ചുകൊണ്ട് കത്രീനയ്ക്ക് പിന്നിലേക്ക് ഒളിച്ചു. അപ്പോഴേക്കും അകത്തു നിന്ന് ശബ്ദം കേട്ട് സയം ഇറങ്ങി വന്നിരുന്നു. എന്നതാ ഇവിടെ പ്രശ്നം? ഒരു ഞായറാഴ്ചയായിട്ട് കിടത്തി പൊറിപ്പിക്കില്ലേ ആരെ ഇവിടെ? സയമിനെ പുറത്ത് കണ്ടതോടെ അതുവരെ തീ പോലെ നിന്നിരുന്ന ജാൻസി പതിയൊന്ന് ആറി തണുത്തു. സയമിൻ്റെയും നോട്ടം പോയത് ജാൻസിയുടെ മുഖത്തേക്കാണ്. അവളെ കാണുന്നതേ സയമിന് കലിയാണ്. സയമിൻ്റെ കലിക്ക് പിന്നിലും ആ തണുത്തുടങ്ങി നിൽക്കുന്ന ജാൻസിക്ക് പിന്നിലും ഒരു കുഞ്ഞു കാരണം കൂടെയുണ്ട്. സംഭവം ഒരിച്ചിരി പഴയ കഥയാ. എന്നാലും രണ്ടാൾക്കും ഇന്നേ വരെ അതങ്ങ് മറക്കാനും പറ്റിയിട്ടില്ല. ജാൻസി എന്ന 9ലും സയം അന്ന് ഡിഗ്രി 1ാം വർഷവുമാണ്. കൗമാരം പ്രണയമൊക്കെ മുട്ടിട്ട് ആ സമയത്ത് ജാൻസിക്കും തോന്നി അവനോടൊരിഷ്ടം. അന്ന് മുന്നും പിന്നും നോക്കാത്തൊരു സ്വഭാവമാണ് ജാൻസിക്ക്. ഒന്നും നോക്കാതെ അവൾ സയമിന് ഒരു ലവ് ലെറ്റർ അങ്ങ് കൊടുത്തു. അന്നേ ജാൻസിയെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത സയം അത് നേരെ കൊണ്ടുപോയി ജാൻസിയുടെ അപ്പനും കൊടുത്തു. അന്ന് ജാൻസിയുടെ വീടിൻ്റെ വടക്കേ മൂലയിലുള്ള പുളിമരത്തിൽ കെട്ടിയിട്ടാണ് ജാൻസിയുടെ അപ്പൻ അവളെ തല്ലിയത്. അതിൻ്റെ കേട് അവൾ തീർത്തതോ കരിങ്കല്ലുകൊണ്ട് സയേമിൻ്റെ നെറ്റി എറിഞ്ഞു പൊട്ടിച്ചാണ്. എന്തിനാടി നീ രാവിലെ തന്നെ കിടന്ന് വായിട്ടലക്കുന്നത്? നിനക്ക് പതുക്കെ സംസാരിക്കാനൊന്നും അറിയത്തില്ലേ? സയം ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. ഓ ഇല്ല തമ്പ്ര, പതുക്കെ സംസാരിക്കാൻ അങ്ങൊന്ന് പഠിപ്പിച്ചു തന്നാൽ നല്ലതായിരിക്കും, ജാൻസി ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. നല്ല തല്ല് കിട്ടാത്തതിൻ്റെ ഏനക്കേടാ നിനക്ക്. ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. സയം അവളെ നോക്കി പല്ലി ഞെരിച്ചു. ഓ പിന്നെ, നിങ്ങൾ തല്ലാൻ വരുമ്പോൾ എൻ്റെ കൈ അനങ്ങാതെ അങ്ങ് നിൽക്കുകയാണല്ലോ. എന്നെ തൊട്ടാ ഞാനും തല്ലും. ജാൻസിയുടെ നാവും ഉയർന്നു. എടി എടി എടി. സയം പല്ലിറുമ്മിക്കൊണ്ട് ജാൻസിയുടെ നേർക്ക് വരവേ കത്രീന ഇടയിൽ കയറി. അവർ ചെറുപ്പം മുതൽ കാണുന്നതാണല്ലോ രണ്ടും കൂടെയുള്ള ഈ ശത്രുത. ഒന്ന് അടങ്ങിയിരിക്ക് സണ്ണി, നിനക്കിത് എന്നാത്തിൻ്റെ കേടാ? കത്രീന സയമിനെ പിടിച്ചു നിർത്തി. ജാൻസി കൊച്ചെ, ഇപ്രാവശ്യത്തേക്ക് കത്രീന അമ്മച്ചിക്ക് വേണ്ടി വിട്ടേക്കടി, നല്ല കൊച്ചല്ലേ. കത്രീന കണ്ണു ചുരുക്കി പറയവേ ജാൻസി അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് ആ മതിൽ തിരിച്ചെടുത്ത് ചാടി. അവളുടെ വീട്ടിലേക്ക് അങ്ങ് കയറിപ്പോയി. അമ്മച്ചി പിടിച്ചു വെച്ചതുകൊണ്ടാ, ഇല്ലെങ്കിൽ അവളുടെ നീളൻ നാവ് ഞാൻ അങ്ങ് പിഴുതു മാറ്റിയേനെ. സയം കത്രീനയോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഉവ്വ, നിനക്ക് പണ്ടൊരിക്കൽ അവളുടെ കയ്യിൽ നിന്ന് കണക്കിയത് കിട്ടിയതല്ലേ? 4 സ്റ്റിച്ചല്ലേ അന്നിട്ടത്? കത്രീന പറയുമ്പോൾ അവൻ്റെ വിരൽ ആ നെറ്റിത്തട്ടത്തിലേക്കൊന്ന് ഇരച്ചു കയറി. സ്റ്റിച്ചിട്ട പാട് ഇപ്പോഴും ഉണ്ട്. അമ്മച്ചിയോടൊന്നും മിണ്ടാതെ തിരികെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കടക്കുമ്പോഴാണ് ലില്ലിക്കുട്ടി എഴുന്നേറ്റ് വരുന്നത് കാണുന്നത്. എന്നതാ ചായ, എന്നാ പ്രശ്നം? ലില്ലിക്കുട്ടി ചോദിച്ചു. ആ മരം കയറി പെണ്ണ് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി വരുന്നതാ. ആര്? ജാൻസി ചേച്ചിയോ? ആ അതെ അതെ. എന്നിട്ട് പോയോ? ഇപ്പം അങ്ങ് പോയേ ഉള്ളൂ. എന്താ തിരിച്ചു വിളിക്കണോ? സയം ചോദിച്ചു. അയ്യോ വേണ്ടായേ, ലില്ലിക്കുട്ടി തൊഴുതു. ഇച്ചാൻ്റെ പഴയ ക്രഷല്ലേ, സമയം കിട്ടുമ്പോൾ ഒന്ന് ഉപദേശിച്ചോടെ. ഒറ്റക്കണ്ണിറുക്കി ചിരിയോടെ ചോദിക്കുന്ന ലില്ലിക്കുട്ടിയുടെ തലയിലിട്ട് ഒരു കിഴുക്കവും അങ്ങ് കൊടുത്തു സയം. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി.
സയേം മുറിയിൽ കയറി വാതിലടച്ചു. ഒപ്പം അവൻ്റെ കണ്ണ് ആ കണ്ണാടിയിൽ ഉടക്കി. ലില്ലിക്കുട്ടി പറഞ്ഞതോർക്കെ അറിയാതെ അവൻ്റെ കൈവിരലുകൾ തൻ്റെ നെറ്റിയിലെ ആ പഴയ മുറിപ്പാടിൽ തങ്ങി നിന്നു. കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കി നിൽക്കെ വർഷങ്ങൾക്കപ്പുറത്തെ ആ വൈകുന്നേരം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സയേമിനെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നും പറഞ്ഞ് മുന്നിൽ വന്ന് നിന്നവളെ ഓർത്തുപോയി സയേം. അന്ന് ആ 9ാം ക്ലാസ്സുകാരി തനിക്ക് തന്ന കത്തിൽ വെറും അക്ഷരങ്ങളല്ലായിരുന്നു, അവളുടെ കുസൃതിയും കുറുമ്പ് നിറഞ്ഞ സ്നേഹമായിരുന്നു. ആ കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ ആരെയും കൂസാത്ത അവളുടെ ആ തലതിരിഞ്ഞ സ്വഭാവത്തിന് ഒരു കൊട്ടു കൊടുക്കണമെന്ന് സയേം അങ്ങ് തീരുമാനിച്ചു. 19കാരൻ്റെ പക്വതയില്ലാത്ത ആവേശത്തിൽ അവളെ ഒന്ന് വിരട്ടാൻ ആ കത്ത് സയേം ജാൻസിയുടെ അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. 4 കേൾക്കട്ടെ അവൾക്ക് എന്നാ സയേം കരുതിയത്. പക്ഷേ അവളുടെ അപ്പൻ അവളെ പുളിമരത്തിൽ കെട്ടിയിട്ട് തല്ലുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അന്ന് അത് കണ്ട് നിന്ന് നെഞ്ചു പൊട്ടി നിന്നത് സയേം തന്നെയായിരുന്നു. ആ തല്ലിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് താൻ കാട്ടിയ ചതിയാണെന്ന് അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അന്ന് വൈകുന്നേരം മുറിവേറ്റ സിംഹത്തെ പോലെ അവൾ തൻ്റെ മുന്നിലെത്തിയത് ഇന്നും സയേം ഓർക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന അവളോട് സയേം എന്തോ പറയാൻ തുടങ്ങിയതാണ്. പക്ഷെ അവൾ ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നീ ചതിയനാ എന്ന് ആക്രോശിച്ചുകൊണ്ട് കയ്യിലിരുന്ന കരിങ്കല്ല് അവൾ പൊടുന്നനെ എറിഞ്ഞപ്പോൾ സയേം ഒഴിഞ്ഞു മാറാനുള്ള സാവകാശം പോലും കിട്ടിയില്ല. അതിൻ്റെ ശേഷം സയേമും ജാൻസിയും ഇങ്ങനെയാണ്, ഒരുമാതിരി കീരിയും പാമ്പും പോലെ. ആ മുറിപ്പാട് മാഞ്ഞെങ്കിലും അവളുടെ ഉള്ളിലെ വാശി ഇന്നും മാഞ്ഞിട്ടില്ല. പുറത്ത് മുറ്റത്ത് നിന്ന് വീണ്ടും കത്രീന അമ്മച്ചിയുടെയും ലിസയുടെയും സംസാരം കേൾക്കാം. സയേം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പുറത്തെ പറമ്പിൽ തെങ്ങിൻ തടം വെട്ടുന്ന തിരക്കിലാണ് ജാൻസി. വെയിൽ കൊണ്ട് കരിവാളിച്ചിട്ടുണ്ട് ആ മുഖം. അവളുടെ അപ്പച്ചൻ്റെ പഴയൊരു കള്ളി ഷർട്ടും ഒരു പാവാടയുമാണ് അവളുടെ വേഷം. അതിൻ്റെ ഒപ്പം ഒരു ഷാളും വലിച്ചു ചുറ്റി കെട്ടിയിട്ടുണ്ട്. ഇവളൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കത്തില്ലേ? സയേം പിറുപിറുത്തുകൊണ്ട് ആ ജനൽ കുട്ടിയടച്ചു. അല്ലെങ്കിലും ജാൻസി എങ്ങനെ ഒതുങ്ങിയിരിക്കാനാണ്? അവളുടെ ആ വീടിനുള്ളിൽ ദീനമ്പ് വന്ന് കിടപ്പിലായ ഒരു അപ്പച്ചനും അതേപോലെ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അനിയത്തിയുമുണ്ട്. അപ്പച്ചന് മരുന്ന് വാങ്ങാനും അനിയത്തിയെ പഠിപ്പിക്കാനുമെല്ലാം ഇതേപോലെ ജാൻസി മേലനങ്ങി പണിയെടുക്കണം. അല്ലാതെ സയേമിനെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവളല്ല ജാൻസി. പിറ്റേന്ന് പുറത്തു പോകാൻ വേണ്ടി സയേം നല്ല ഒന്നാന്തര ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഉഷാറായി ഇറങ്ങിയതായിരുന്നു. ഒരു കല്യാണമുണ്ട് സയേമിന്, കൂടെ പിടിച്ച ഒരുത്തൻ്റെ. കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂമൊക്കെ അടിച്ച് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി പുറത്തെ ഷൂറാക്കിന് താഴെ നോക്കിയ സയേം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഴിഞ്ഞ മാസം വാങ്ങിയ ബ്രാൻഡഡ് ഷൂസിൻ്റെ ഒരു വശം കടിച്ചു കീറി പപ്പടം പോലെയാക്കി ഇട്ടിരിക്കുന്നു. അമ്മച്ചി, ലിസേ, ലില്ലിക്കുട്ടി, ഇത് ആരെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? സയേമിൻ്റെ അലർച്ച കേട്ട് കത്രീനയും ലില്ലിക്കുട്ടിയും ഓടി വന്നു. അയ്യോ ചായ, അത് ജാൻസി കൊച്ചിൻ്റെ ടോമി ഉണ്ടല്ലോ, അത് ഓടിച്ചു വലിച്ചു കൊണ്ട് പോയതാ, ലില്ലിക്കുട്ടി വിക്കി പറഞ്ഞു. സയേമിൻ്റെ കണ്ണിൽ നിന്ന് തീ പാറി. കഴിഞ്ഞ ദിവസം 2 ഇല അപ്പുറം വീണു എന്ന് പറഞ്ഞ് എന്തായിരുന്നു അവളുടെ നെകളിപ്പ്? കാണിച്ചു തരാമടി കുരുപ്പേ. അവൻ ആ കടിച്ചു കീറിയ ചെരുപ്പും കയ്യിലെടുത്ത് നേരെ ജാൻസിയുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. ആരെങ്കിലും തടയാൻ നിൽക്കുന്നതിന് മുമ്പേ അവൻ മതിൽ ചാടി അപ്പുറത്തെ മുറ്റത്തെത്തി. എടി ജാൻസി റാണി, ഇറങ്ങി വാടി പുറത്തോട്ട്. സയേം വീട്ടുമുറ്റത്ത് നിന്ന് അലറി. അപ്പോൾ തന്നെ ജാൻസി പുറത്തേക്ക് വന്നു. എന്നതാ? ജാൻസി പുച്ഛത്തോടെ ചോദിച്ചു. നിന്റെ പന്ന നായ ഉണ്ടല്ലോ, അതിനെ നീ കെട്ടിയിട്ടില്ലെങ്കിൽ കൊന്നു ഞാൻ അഴുക്കുചാലിയിടും. നോക്കിയേ, എൻ്റെ ഷൂസ് അത് കാണിച്ചു വെച്ചേക്കുന്നേ. സയേം ആ കീറിയ ഷൂസ് അവളുടെ മുഖത്തിന് നേരെ നീട്ടി. ഓ, ഇതിനാണോ നീ രാവിലെ കിടന്ന് കൂവുന്നത്? നായ്ക്കളാവുമ്പോൾ ചിലപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കടിച്ചെന്ന് വരും. നിങ്ങൾക്കത് സൂക്ഷിക്കാൻ പാടില്ലായിരുന്നോ? ജാൻസി വിട്ടുകൊടുത്തില്ല. പാവം ടോമിയോ, 3000 രൂപയുടെ ഷൂസ് അടി ഇത്. നിന്റെ തന്തയോട് ചോദിച്ച് വാങ്ങിത്തരുമോ നീ? സയേം ദേഷ്യം കൊണ്ട് വിറച്ചു. എടാ സയമേ, നാവ് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ എന്തിനാ എൻ്റെ അപ്പനെ പറയുന്നേ? നിനക്ക് ഇത്ര വലിയ വിലയുള്ള ഷൂസ് ഉണ്ടെങ്കിൽ അത് അലമാരക്കകത്ത് അങ്ങ് പൂട്ടി വെക്കണമായിരുന്നു. ജാൻസി കൈ കെട്ടി നിന്നുകൊണ്ട് മറുപടി കൊടുത്തു. നിന്റെ ആ സാധനത്തിനെ നീ മര്യാദക്ക് വളർത്തിക്കോ. ഇനി എൻ്റെ പറമ്പിൽ കണ്ട ഞാൻ അതിനെ വെടിവെച്ചിടും, കേട്ടല്ലോ? ഓ പിന്നെ, ധൈര്യം ഉണ്ടെങ്കിൽ തൊടടാ. അന്ന് നിന്റെ നെറ്റിയല്ലേ പൊട്ടിയുള്ളൂ. എൻ്റെ ടോമിയെ തൊട്ടാ നിന്റെ കൈ ഞാൻ തല്ലിയൊടിക്കും സയേമേ. ജാൻസി മുന്നോട്ട് കയറി നിന്ന് വിരൽ ചൂണ്ടി. സയേമിന് ദേഷ്യം വന്നുപോയി. വല്ല ആൺപിള്ളേരായിരുന്നുവെങ്കിൽ 2 എണ്ണം കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ അതിനൊക്കുവോ? തൊട്ട പെണ്ണ് കേസായില്ലേ? സയേം ദേഷ്യം മൂത്ത് ആ ചെരുപ്പ് അവളുടെ കാലിന് നേരേക്ക് വലിച്ചെറിഞ്ഞു. ഇത് നിന്റെ പട്ടിക്കിരിക്കട്ടെ, തിന്ന് തീർക്കാൻ പറയും. സയേം തിരിഞ്ഞു നടന്നു. പോടാ, പോയി പുതിയത് വാങ്ങടാ സണ്ണിച്ച.
ജോസേട്ടൻ കുറേ അധ്വാനിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ, ജാൻസി വിളിച്ചു പറഞ്ഞു. സയം തിരിഞ്ഞു നോക്കാതെ ദേഷ്യത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയി. ഇതിന് ഞാൻ പകരം വിട്ടും ജാൻസി, നീ കണ്ടോ? അവൻ പോകുന്ന പോക്കിൽ മനസ്സിൽ പിറുപിറുത്തു. സയം ഒന്നും വെറുതെ വിടുന്ന കൂട്ടത്തിലല്ല. നിനക്കിപ്പോൾ എന്നാ വേണ്ടേ? അവൾക്കിട്ടൊരു പണി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, സന്ദീപ് എടുത്തു ചോദിച്ചു. സയമും കൂട്ടുകാരും അന്നേരം പകലത്തെ കല്യാണവും അടിച്ചുപൊളിയും മറ്റും കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള മദ്യസേവാ കലാപരിപാടികളിൽ കടന്നിരുന്നു. സയമിൻ്റെ കൂട്ടുകെട്ട് ഒരിത്തിരി മോശമാണെന്ന് വീട്ടിൽ അമ്മച്ചി ഉൾപ്പെടെ എല്ലാവർക്കും പരാതിയുണ്ട്. അതുകൊണ്ട് പിന്നെ സയമും ആരെയും വീട്ടിലേക്ക് വിളിക്കാറില്ല. ഇതേപോലെ ആളൊഴിഞ്ഞ കുന്നിൻപുറത്തെല്ലാം വെച്ചാണ് അവരിങ്ങനെ കൂടുന്നത്. എന്നതായാലും ഒരു കുട്ട അവൾക്ക് കൊടുക്കണം. പെണ്ണിന് എല്ലിത്തിരി കൂടുതലാ. സയം കയ്യിലിരുന്നിരുന്ന ഗ്ലാസ് വായിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ സെറ്റാക്കാളിയാ. സന്ദീപ് അവന് വാക്കുകൊടുത്തു. മദ്യലഹരിയിൽ സന്ദീപിൻ്റെ മുഖത്ത് വിരിഞ്ഞ ക്രൂരമായ ചിരി ഒട്ടും സയം ശ്രദ്ധിച്ചില്ല. സയം എന്ന് കൂട്ടുകാരന്മാരോട് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ പിറ്റേന്ന് സയം ഉണർന്നത് ജാൻസിയുടെ വീട്ടിൽ നിന്നുള്ള ഹൃദയഭേദകമായ കരച്ചിൽ കേട്ടുകൊണ്ടാണ്. സയം ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഇന്നലെ കുടിച്ചതിൻ്റെ കെട്ടിറങ്ങിയിട്ടില്ല. സയം തൻ്റെ മുറിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ജനൽ തുറന്നു നോക്കിയപ്പോൾ ജാൻസിയുടെ മുറ്റത്ത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നു. കത്രീനമ്മച്ചിയും ലില്ലിക്കുട്ടിയും അങ്ങേറ്റേക്ക് ഓടുന്നത് അവൻ കണ്ടു. അമ്മച്ചി, എന്നതാ അവിടെ? സയം ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചു. കത്രീന തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എടാ സണ്ണി, ആ പാവൻ ടോമി ആരോ വിഷം കൊടുത്തു കൊന്നുകളഞ്ഞു. കത്രീനക്കും ലില്ലിക്കും എല്ലാം സങ്കടമാണ്. ഇല്ലാതിരിക്കുമോ പിന്നെ? ജാൻസി പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്നതാ അതിനെ എന്ന് എല്ലാവർക്കും അറിയാം. സയം ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. നെഞ്ചിൽ ഒരു കരിങ്കല്ല് വന്ന് വീണതുപോലെ തോന്നി അവന്. അവൻ വേഗത്തിൽ മുണ്ടു മാറ്റിയെടുത്ത് എന്നിട്ട് ആ മതിൽക്കലേക്ക് ചെന്ന് നിന്നു. അപ്പുറത്ത് മണ്ണിൽ നിശ്ചലമായി കിടക്കുന്ന ടോമിയുടെ തല മടിയിൽ വെച്ച് ജാൻസി ഇരിക്കുകയാണ്. തൊട്ടടുത്ത് നിന്ന് ജാൻസിയുടെ അനിയത്തി ജൂലിയറ്റ് തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. ജാൻസി പൊടുന്നനെ എഴുന്നേറ്റ് ഒരു തൂമ്പയുമായി പറമ്പിൻ്റെ മൂലയിലേക്ക് നടന്നു. ആരും സഹായിക്കാൻ ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്ന് അവളുടെ ആ നിൽപ്പ് കണ്ടാലേ അറിയാം. ഉള്ളുകൊണ്ട് തളർന്നു പോയെങ്കിലും അവൾ തന്നെ മണ്ണ് മാന്തി കുഴിയെടുത്തു തുടങ്ങി. ഓരോ വട്ടം തൂമ്പ മണ്ണിൽ തറക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ മണ്ണിലേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ജാൻസി ഓരോ വട്ടം തൂമ്പ മണ്ണിലേക്ക് ആഴ്ത്തുമ്പോഴും അവൾ പണ്ട് ടോമിയെ ആദ്യമായി കയ്യിലെടുത്ത ആ മഴക്കാലമാണ് ഓർമ്മ വന്നത്. അന്ന് റോഡരികിലെ അഴുക്കുചാലിൽ നനഞ്ഞു വിറച്ച് കിടന്ന ആ ചെറിയ നായ്ക്കുട്ടിയെ അവൾ എടുത്ത് മാറോട് ചേർത്തപ്പോൾ അവളുടെ അപ്പച്ചൻ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. അതിനെ ഒന്നും കൊണ്ടുവന്ന് വളർത്തേണ്ട കൊച്ചയെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് തന്നെ തിന്നാൻ വകയില്ല, അപ്പോഴാ ഒരു നായയെ കൂടെ ദത്തെടുക്കുന്നതെന്ന് പറഞ്ഞ് പിറുപിറുത്ത അപ്പച്ചൻ തന്നെയായിരുന്നു പിന്നീട് ടോമിക്ക് സ്വയം പട്ടിണി കിടന്ന് കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്നത്. ഓരോ വട്ടം തൂമ്പ കൊണ്ട് മണ്ണ് മാറ്റുമ്പോഴും ജാൻസിയുടെ ഉള്ളിൽ ഓരോ ഓർമ്മകൾ തിരതല്ലി. രാത്രിയിൽ അപ്പച്ചന് അസുഖം കൂടി ശ്വാസം മുട്ടുമ്പോൾ ആദ്യം ഓടി വന്ന് ജാൻസിയുടെ പുതപ്പിൽ കാലുകൾ കൊണ്ട് ഉരസി അവളെ വിളിച്ചുണർത്താറുള്ളത് ടോമിയാണ്. അവൾ പണിക്ക് പോയി തളർന്നു വരുമ്പോൾ വാലാട്ടി മുന്നിൽ വന്ന് നിൽക്കുന്നതും അവനായിരുന്നു. അവളുടെ എല്ലാ സങ്കടങ്ങളുടെയും കേൾവിക്കാരൻ. ആരോടും പറയാത്ത സങ്കടങ്ങൾ അവൾ അവനോട് മാത്രം പറയും. നീ അല്ലായിരുന്നടാ എനിക്ക് കൂട്ട്. അവൾ വിങ്ങലോടെ മണ്ണ് നീക്കി. സൈമിനത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. സൈമിനറിയാം ജാൻസിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ടോമിയെന്ന്. അവൻ വേഗം മുറിയിൽ കയറി വാതിലടച്ചു. വിറക്കുന്ന കൈകളോടെ അവൻ സന്ദീപിനെ വിളിച്ചു. എടാ, നീ ആ നായ എന്തെങ്കിലും ചെയ്തോ? സയം പല്ലിറുമ്മിക്കൊണ്ട് ചോദിച്ചു. അപ്പുറത്ത് നിന്ന് സന്ദീപിൻ്റെ പുച്ഛം കലർന്ന സ്വരം സയം കേട്ടു. പിന്നല്ലാതെ ഞങ്ങൾ തന്നെയാ. ചത്തോ ജന്തു? തീർന്നില്ല നിന്റെ പരാതി. നിനക്കിപ്പോൾ സന്തോഷമായില്ല അളിയ? സന്ദീപ് ചോദിച്ചു. സയമിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു. സന്തോഷമോ? എടാ പൊന്നാര മോനെ, നിന്നോട് ഞാൻ പറഞ്ഞോ അതിനെ കൊല്ലാൻ? ഒരു പണി കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാ മിണ്ടാപ്രാണിയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീ എന്ത് സണ്ണി പറയുന്നത്? നിനക്ക് വേണ്ടിയല്ലേ അത് ചെയ്തത്? എനിക്ക് വേണ്ടിയോ? ഇനി ഒരിക്കൽ കൂടി എൻ്റെ മുന്നിൽ വന്നു പോകരുത്. വന്നാൽ നിൻ്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. സയം ഫോൺ കട്ടാക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞു. അവൻ വീണ്ടും ജനലിലൂടെ നോക്കി. ജാൻസി ടോമിയെ ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ്. അവളുടെ അപ്പൻ്റെ പഴയൊരു മുണ്ട് ഉപയോഗിച്ച് അവൾ അതിനെ പൊതിഞ്ഞിരുന്നു. ആ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ടോമിയുടെ ദേഹത്ത് മണ്ണ് വീഴുമ്പോൾ അവൾ മുഖം പൊത്തി നിലത്തിരുന്നു പോയി. അവൻ്റെ തണുത്തുറഞ്ഞ ദേഹത്ത് അവളുടെ കണ്ണുനീർ തുള്ളികൾ വീണു. സയമിൻ്റെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. പിന്നീട് അങ്ങോട്ട് സയമിന് ജാൻസിയുടെ അടുത്ത് പോലും പോവാൻ ഒരു കുറച്ചിലായിരുന്നു. സയം സന്ദീപുമായിട്ടുള്ള കൂട്ടും വിട്ടിരുന്നു.
അല്ലെങ്കിലേ അപ്പച്ചിക്കും അമ്മച്ചിക്കുമൊക്കെ ലില്ലിക്കുട്ടിക്കും ഒന്നും സന്ദീപിനെ കണ്ണിന് നേരെ ഇഷ്ടമല്ല. ഒരു കൊള്ളരുതാത്തവനാണ് ആ സന്ദീപ് എന്ന് അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും. ടോമിയോട് അവൻ ചെയ്തതറിഞ്ഞപ്പോൾ സയേമിനും തോന്നി തുടങ്ങിയിരുന്നു അവൻ കൊള്ളരുതാത്തവനാണെന്ന്. എന്നാലും ടോമി ചത്ത് 2 ആഴ്ചക്കുള്ളിൽ ജാൻസിയും സയേമും മുഖാമുഖം വന്നു. അതിനങ്ങ് തീർത്തപ്പോൾ കുരിശിങ്കലെ സയേമിന് സ്വസ്ഥത കിട്ടിയോ എന്നായിരുന്നു അവളുടെ ചോദ്യം. സയം ഒന്നും മിണ്ടിയില്ല. അവൻ വിളറി വെളുത്തുപോയി. ജാൻസിയും പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ് നടന്നുപോയി. ആ കൂടിക്കാഴ്ചയും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് സയം എന്തിനോ കവലയിലേക്ക് വന്നത്. ദൂരെ ബസ് സ്റ്റോപ്പിന് മാറി ലില്ലിക്കുട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സയം വണ്ടി ഒന്ന് ഒതുക്കിയത്. തൊട്ടപ്പുറം ദേ സന്ദീപും ജാൻസിയും നിൽക്കുന്നു. സന്ദീപ് ജാൻസിയുടെ വായിൽ ചെന്ന് കയറിയോ കർത്താവേ എന്ന് സയം ആലോചിച്ച് തീർന്നതും തൊട്ടടുത്ത നിമിഷം മുന്നിൽ നടക്കുന്ന മറ്റൊരു കാഴ്ച കൂടെ കണ്ട് സയം ഞെട്ടിപ്പോയി. സന്ദീപിനെ കൈനീട്ടി അടിച്ചിരിക്കുകയാണ് ജാൻസി. കവലയിൽ അന്ന് തിരക്ക് കുറവാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും ആ കാഴ്ച കണ്ടു കഴിഞ്ഞു. സയേമിൻ്റെ രക്തം തിളച്ചു. ടോമിയോട് സന്ദീപ് ചെയ്ത കാര്യം അറിഞ്ഞിട്ടാവും അവൾ അങ്ങനെ ചെയ്തത് എന്നാണ് സയം കരുതിയത്. അതിന് ആ ചെറുക്കനെ ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൈനീട്ടി അടിക്കണോ എന്നു സയം ചിന്തിച്ചുപോയി. സയമിൻ്റെ ഉള്ളിൽ പഴയ ശത്രുത ഇരച്ചു കയറി. ടോമിയുടെ കാര്യത്തിലുള്ള കുറ്റബോധം ഒരൊറ്റ നിമിഷം കൊണ്ട് ദേഷ്യത്തിന് വഴിമാറി. തൻ്റെ കൂട്ടുകാരനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണടിക്കുക എന്നത് സയേമിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ ബൈക്ക് ആഞ്ഞു ചവിട്ടി നിർത്തി അവർക്കിടയിലേക്ക് പാഞ്ഞു ചെന്നു. എന്താടി, എന്താ നിന്റെ വിചാരം? സയേമിൻ്റെ അലർച്ച കേട്ട് ജാൻസി ഒന്ന് ഞെട്ടി. അവൾ എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ സയേമിൻ്റെ വലത് കൈ അവളുടെ കവിളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആഞ്ഞൊരടി. ജാൻസി 2 അടി പിന്നിലേക്ക് വെച്ചുപോയി. അവളുടെ കവിൾ ചുവന്നു തുടുത്തു. കണ്ണുകളിൽ നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ ജാൻസിക്ക് തോന്നി. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ. കൈകൾ കൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ച് അവിശ്വസനീയമായി അവൾ സയമിനെ ഒന്ന് നോക്കി. സയം, ഇവൻ, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങിയതും സയം അടുത്ത ആക്രോശവുമായി മുന്നോട്ട് വന്നു. മിണ്ടി പോകരുത് നീ. നിന്റെ വിചാരം എന്നതാടി? കണ്ടവൻ്റെ ഒക്കെ മെക്കെട്ട് കയറാൻ നീ ആരാ? വലിയ ജാൻസി റാണിയാണെന്നാണോ നിന്റെ വിചാരം? ആണുങ്ങളെ പോലെ വേഷവും കെട്ടി നടന്ന നീ അങ്ങ് വലിയ സംഭവമായെന്നാണോ കരുതിയത്? നിന്റെ കഴുത്തിന് ചുറ്റുമുള്ള നാവ് മുറിച്ച് കളയും ഞാൻ. സയം വിരൽ ചൂണ്ടി അവൾക്ക് നേരെ ആഞ്ഞെടുത്തു. ഇച്ചായ, എന്നതാ ഇത്? ലില്ലിക്കുട്ടി അവനെ പിടിച്ചു മാറ്റി. സന്ദീപ് അപ്പോഴും കവിളും തടവി പതറി നിൽക്കുകയായിരുന്നു. നീ എന്നെ നോക്കി നിൽക്കുക. വീട്ടിൽ പോ സന്ദീപേ, ഇവൾക്കുള്ളത് ഞാൻ കൊടുത്തേക്കാം. സേമിൻ്റെ വാക്കുകൾ കേട്ടതും സന്ദീപ് വേഗം അവിടെ നിന്ന് വലിഞ്ഞു. ജാൻസി അപ്പോഴും സന്ദീപിനെ പകയോടെ നോക്കുകയായിരുന്നു. സയം വീണ്ടും ജാൻസിക്ക് നേരെ തിരിഞ്ഞു. തള്ളയില്ലാത്ത വളർന്നതിൻ്റെ കേട് നിനക്ക് നല്ലോണം ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. മാന്യത ഉണ്ടോടി നിനക്ക്? ഇനി മേല അവൻ്റെ നേർക്ക് കൈ പൊക്കിയ നിന്റെ കൈ ഞാൻ തല്ലിയൊടിക്കും, കേട്ടല്ലോ? അതുവരെ കല്ലുപോലെ നിന്നിരുന്ന ജാൻസിയുടെ കണ്ണുകൾ സയേമിൻ്റെ ആ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പി. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. തന്നെ ഇത്രയും നീചമായി അപമാനിച്ച സയേമിനെ ഒന്നുകൂടെ ഇരുത്തു നോക്കി. പിന്നെ അവൾ തല താഴ്ത്തി വേഗത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി. സയം ദേഷ്യത്തോടെ ബൈക്കിനടുത്തേക്ക് നടന്നു. ലില്ലി വന്നതും അവൻ അവളോട് കയർത്തു. കയറടി വണ്ടിയിൽ. നിന്നോട് എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ നടക്കരുതെന്ന്. സയം ശബ്ദം വെച്ചതും ലില്ലിക്കുട്ടി വേഗത്തിൽ ബൈക്കിന് പിന്നിലേക്ക് കയറി. യാത്രക്കിടയിൽ സയം പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ആ ജാൻസി അവൾക്കൊരിത്തിരി കൂടുതലാ. അവനെ അടിക്കാൻ അവൾക്ക് എന്തധികാരമുള്ളത്? ടോമിയുടെ കാര്യത്തിലുള്ള ദേഷ്യം തീർത്തതാവും അവൾ. സയം പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് പിന്നിലിരുന്ന ലില്ലി വിതുമ്പാൻ തുടങ്ങി. എന്നതാടി മോങ്ങുന്നേ? സയമിന് ദേഷ്യം വന്നു. ഇച്ചായം വെറുതെ ജാൻസി ചേച്ചി അടിച്ചു. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലില്ലിക്കുട്ടി അത്രയും പറഞ്ഞപ്പോൾ സയം പെട്ടെന്ന് വണ്ടി ഒതുക്കി. നീ എന്താടി ഈ പറയുന്നേ? അവൾ അവനെ അടിക്കുന്നത് ഞാൻ എൻ്റെ 2 കണ്ണും കൊണ്ട് കണ്ടതാ. അത് സന്ദീപ് എന്നോട് മോശമായി പെരുമാറിയത് കൊണ്ടാ, ലില്ലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒരേ ബസ്സിലാണ് വരുന്നത്. ബസ്സിൽ വെച്ചും സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴും അയാൾ എന്നെ ശല്യം ചെയ്തു. എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഞാൻ പേടിച്ച് നിൽക്കുമ്പോഴാണ് ജാൻസി ചേച്ചി വന്നത്. ഞാൻ ചേച്ചിയോട് പരാതി പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി ദേഷ്യം വന്ന് അയാളെ അടിച്ചത്. ഇച്ചായ ഒന്നും അറിയാതെ ചേച്ചി ഒരുപാട് ചീത്ത പറഞ്ഞു. പാവം ചേച്ചി. സൈമിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കൈകൾ വിറക്കാൻ തുടങ്ങി. എന്ത്? സന്ദീപ് നിന്നോട്? ഇച്ചായനോട് എത്ര വട്ടം ഞാനും അമ്മച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ കൂടെ കൂട്ടരുതെന്ന്. കേട്ടോ ഇച്ചായൻ? ലില്ലിക്കുട്ടി ദേഷ്യത്തോടെ ചോദിച്ചു. അതെ ഇച്ചായ, ചേച്ചി എന്നെ രക്ഷിക്കാൻ നോക്കിയതാ. ഇച്ചായൻ ചേച്ചിയെ തല്ലിയപ്പോൾ ചേച്ചിക്കുണ്ടായ സങ്കടം കണ്ടോ? തല്ലിയതും പോരാ, എന്നിട്ട് അതിനെ കുത്തി നോവിച്ചില്ലേ? ജാൻസി ചേച്ചിയുടെ അമ്മ ചെറുപ്പത്തിലേ പോയതല്ലേ? എന്നിട്ട് അത് എത്ര മര്യാദക്കാ ജീവിക്കുന്നേ?
ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരോട് അത് ദേഷ്യം കാണിക്കാറുള്ളൂ. ആ അപ്പച്ചനെയും ജൂലിയറ്റിനെയും ഒക്കെ അത് പൊന്നുപോലെയല്ലേ നോക്കുന്നേ. എന്നിട്ട് ആ ജെൻസി ചേച്ചിക്ക് വളർത്തുദോഷമാണെന്ന് പോലും. എൻ്റെ ഇച്ചായൻ ഇത്രയും ക്രൂരനായത് എന്നു മുതലാ? ലില്ലി മുഖം പൊത്തി കരഞ്ഞു. കുറ്റബോധത്തിൻ്റെ കനൽ സ്വയം തകർന്നുപോയി. തൻ്റെ ലില്ലിക്കുട്ടിക്ക് വേണ്ടിയാ അവൾ പ്രതികരിച്ചത്. എന്നിട്ട് അവളെ താൻ അപമാനിച്ചു. അതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞ് തൻ്റെ ലില്ലിക്കുട്ടിക്ക് വേണ്ടിയാ അവൾ പ്രതികരിച്ചത്. എന്നിട്ട് അവളെ താൻ അപമാനിച്ചു. അതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചു. ഇന്ന് താൻ അവളെ തീർത്തും തകർത്ത് കളഞ്ഞു. സ്വയം ലില്ലിക്കുട്ടിയെ വീട്ടിലിറക്കി നേരെ ചെന്നത് സന്ദീപിൻ്റെ വീട്ടിലേക്കായിരുന്നു. പെങ്ങളെ കയറി പിടിച്ച് കൂട്ടുകാരനുള്ള വടയും ചായയും സ്വയം അങ്ങ് കൊടുത്തു. അവൻ ബൈക്ക് തിരിച്ച് നേരെ ജാൻസിയുടെ വീട്ടിലേക്ക് വിട്ടു. ജാൻസി ആ ഉമ്മറത്തിണ്ണയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ കവിൾ ഇപ്പോഴും തൻ്റെ വിരൽപ്പാടുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ജാൻസി, സ്വയം പതുക്കെ വിളിച്ചു. അവൾ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. എന്നതാ സ്വയമേ, നിനക്ക് തല്ലി മതിയായില്ലേ? അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എനിക്കറിയില്ലായിരുന്നു ജാൻസി. ലില്ലി ഇപ്പോഴാണ് പറഞ്ഞത്. സ്വയം അവളുടെ അടുത്തേക്ക് ചെന്നു. ജാൻസി ഒന്ന് അമർത്തി മൂളി എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. സ്വയം അവളുടെ മടിയിൽ ഇരുന്നിരുന്ന ആ കൈകളിൽ ഒന്ന് കൂട്ടിപ്പിടിച്ചു. ജാൻസി ചുവന്ന് കലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. പുറത്തേക്കനടി, പറ്റിപ്പോയി, സ്വയം പറഞ്ഞു. ജാൻസി ആ കൈ വലിച്ചെടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് നടന്നു. പോവാൻ നോക്ക് സ്വയമേ, നിന്നെ ഈ സമയത്ത് ഇവിടെ കണ്ടാലും ആളുകൾ ഓരോന്നും പറഞ്ഞുണ്ടാക്കും. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അന്നേരവും എനിക്കായിരിക്കും പഴി. തള്ളയില്ലാതെ വളർന്നതിൻ്റെ വളർത്തുദോഷമാണെന്ന് പറഞ്ഞു കളയും എല്ലാവരും, ജാൻസി പുച്ഛത്തോടെ പറഞ്ഞു. ജാൻസി, സ്വയം ശാസനയോടെ അവളെ ഒന്ന് വിളിച്ചു. അറിയാതെ വായിൽ നിന്ന് വന്നുപോയ ഒരു വാക്കാണ്. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. നീ വലിയ തറവാടിയായിരിക്കാം സ്വയമേ, പക്ഷെ മനസ്സുകൊണ്ട് നീ ഒരു വട്ടപൂജ്യമാണ്. ഇനി മേല എൻ്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത്. അവൾ അകത്തേക്ക് നടന്നു മറഞ്ഞു. സ്വയം അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. അന്ന് സ്വയമും അപ്പച്ചൻ ജോസഫും ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയൊരു ദിവസമായിരുന്നു. വീട്ടിൽ കത്രീന അമ്മച്ചിയും ലില്ലിക്കുട്ടിയും ലിസയും മാത്രം. ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് കത്രീന അമ്മച്ചിക്ക് നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടത്. അപ്പോൾ അവർ അത് വലിയ കാര്യമാക്കി എടുത്തില്ല. എന്നാൽ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്ന കത്രീന വിയർത്തു കുളിച്ച് ബോധരഹിതയായി സോഫയിലേക്ക് മടഞ്ഞ അമ്മച്ചിയെ കണ്ട് ലില്ലിക്കുട്ടി അലറിക്കരഞ്ഞു. സ്വയമും അപ്പച്ചനും അവിടെയില്ല എന്ന ചിന്ത ലില്ലിക്കുട്ടിയെ കൂടുതൽ പരിഭ്രമത്തിലാഴ്ത്തി. ലില്ലിക്കുട്ടി വേഗത്തിൽ അമ്മുറ്റത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ജാൻസിയെ ഉറക്കെ വിളിച്ചു. ജാൻസി ചേച്ചി, ഓടി വായോ. ജൂലിയറ്റ് കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്ന ജാൻസി അന്നേരം. ജാൻസി ചേച്ചി, ലില്ലിക്കുട്ടിയല്ലേ ആ കരയുന്നേ? ജൂലിയറ്റ് എടുത്തു ചോദിച്ചു. ജാൻസിയും ജൂലിയറ്റും വേഗത്തിൽ കുരിശിങ്കൽ തറവാട്ടിലേക്ക് ഓടിപ്പോയി. അവിടെ സോഫയിൽ വിളറി വെളുത്ത് കിടക്കുന്ന കത്രീന അമ്മച്ചിയെ കണ്ടപ്പോൾ തന്നെ ജാൻസിക്ക് കാര്യം ഗൗരവമാണെന്ന് മനസ്സിലായി. ജാൻസി ഒട്ടും പരിഭ്രമിച്ചില്ല. അവൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്ന് ആദ്യം ബോധമുണ്ടോ എന്ന് നോക്കി, പിന്നെ ശ്വാസവും. പെട്ടെന്ന് തന്നെ അവൾ അമ്മച്ചിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ലില്ലി, പേടിക്കണ്ട, സമയം ഒട്ടും കളയാനില്ല, ഞാൻ ജീപ്പ് എടുത്തിട്ട് വരാം. ജാൻസിയുടെ അപ്പച്ചൻ്റെ പഴയൊരു ജീപ്പുണ്ട് അവിടെ. അപ്പച്ചന് വയ്യാതായതിൽ പിന്നെ ജാൻസി തന്നെയാണ് അതിൻ്റെ സാരഥി. അവൾ ഓടിച്ചെന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുരിശിങ്കൽ വീടിൻ്റെ പോർച്ചിലേക്ക് റിവേഴ്സ് എടുത്ത് കയറ്റി. ലില്ലിയെയും ജൂലിയറ്റിനെയും കൂട്ടി കത്രീന അമ്മച്ചിയെ താങ്ങിപ്പിടിച്ച് അവൾ ജീപ്പിൻ്റെ പിൻസീറ്റിൽ ഇരുത്തി. ടൗണിലെ ഹോസ്പിറ്റലിലേക്ക് കിലോമീറ്ററുകൾ ദൂരമുണ്ട്. കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ മിന്നൽ വേഗത്തിൽ അവൾ വണ്ടി ഓടിച്ചു. ഹോസ്പിറ്റൽ മുറ്റത്ത് ജീപ്പ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. നിമിഷങ്ങൾക്കകം സ്ട്രെച്ചർ എത്തി. കത്രീന അമ്മച്ചിയെ ICUവിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് സയമും അപ്പച്ചനും ഓടിപ്പാഞ്ഞു വന്നു. ICUവിന് മുന്നിൽ തളർന്നിരിക്കുന്ന ലില്ലിയെ കണ്ടതും സയം പരിഭ്രമിച്ചു. ലില്ലി, അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഇച്ചായ, ഭാഗ്യം പറഞ്ഞാൽ മതിയല്ലോ. ജാൻസി ചേച്ചി കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ടാ. ഇല്ലെങ്കിൽ ലില്ലിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഡോക്ടർ പുറത്തിറങ്ങി വന്നു. സമയം വൈകിയിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിച്ചേനെ. ഫസ്റ്റ് എയ്ഡ് കൊടുത്തതും ഇത്ര വേഗം ഇവിടെ എത്തിച്ചതും വലിയ കാര്യമായി. സ്വയം വിശ്വസിക്കാനാവാതെ വരാന്തയുടെ അങ്ങേയറ്റത്ത് നിന്നിരുന്ന ജാൻസിയെ നോക്കി. വിയർത്തു കുളിച്ച് മുടിയിഴകൾ പാറിപ്പടന്ന് അവൾ നിൽക്കുന്നു. ആ മുഖത്ത് ഗൗരവമാണ്. അമ്മച്ചിയുടെ നില തൃപ്തികരമാണെന്നറിഞ്ഞപ്പോൾ സ്വയം പതുക്കെ ജാൻസിയുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജാൻസി, അവൻ പതുക്കെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയില്ല, ദൂരേക്ക് നോക്കി നിന്നു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നീ ചെയ്തത്. സ്വയം വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. പക്ഷെ ജാൻസി ഒരു മറുപടിയും പറഞ്ഞില്ല.
സയേമിൻ്റെ കണ്ണുകളിലേക്ക് അവളൊന്നു നോക്കി. ആ നോട്ടത്തിൽ പരിഭവമോ പരാതിയോ ആയിരുന്നില്ല. മറിച്ച് ഞാൻ ഇതൊന്നും നിനക്ക് വേണ്ടി ചെയ്തതല്ല എന്ന മട്ടിലുള്ള ഒരു അവജ്ഞതയായിരുന്നു. സയം നന്ദി പറഞ്ഞു തീർക്കുന്നതിനു മുമ്പേ ഒരു വാക്കുപോലും മിണ്ടാതെ ആരെയും നോക്കാതെ അവൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. സയമിൻ്റെ മനസ്സിലെ മഞ്ഞുരുക്കി തുടങ്ങിയെങ്കിലും ജാൻസിയുടെ ഉള്ളിലെ കനൽ അപ്പോഴും കെട്ടിരുന്നില്ല. ഒരു നന്ദി വാക്കുകൊണ്ട് തീരുന്നതല്ല താൻ അനുഭവിച്ച അപമാനമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ആ സംഭവത്തിന് ശേഷം കുരിശിങ്കൽ വീട്ടുകാർക്ക് ജാൻസി വെറുമൊരു അയൽക്കാരി അല്ലാതെയായി മാറി. കത്രീന അമ്മച്ചി ആശുപത്രി വിട്ടുവന്നതോടെ വീട്ടിൽ ജാൻസിക്കുള്ള സ്ഥാനം മാറി. കത്രീന അമ്മച്ചി എന്നും ജൂലിയറ്റിനെ വിളിച്ച് ജാൻസിക്ക് കൊടുക്കാൻ പലഹാരങ്ങളും മറ്റും കൊടുത്തുവിടും. അതൊന്നും നിരസിച്ചില്ല എങ്കിലും ജാൻസി ഒരിക്കലും ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെന്നില്ല. മതിലിനപ്പുറം നിന്ന് ലില്ലിയോട് വിശേഷങ്ങൾ ചോദിക്കും, അത്രമാത്രം. സയമാകട്ടെ പഴയ സയമേ ആയിരുന്നില്ല. ജാൻസിയെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത പിടച്ചിലായിരുന്നു. ദേഷ്യമല്ല, മറിച്ച് ഒരുതരം ആദരവും ഒപ്പം ഒത്തിരി ഇഷ്ടവും. ഒരു ശനിയാഴ്ച വൈകുന്നേരം ആകാശം കറുത്തിരുണ്ട് മഴ പെയ്യാൻ നിൽക്കുകയാണ്. ജാൻസി തൻ്റെ ജീപ്പുമായി ടൗണിൽ പോയി മടങ്ങി വരികയായിരുന്നു. വിജനമായ റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള കയറ്റത്തിൽ വെച്ച് പെട്ടെന്ന് ജീപ്പ് നിന്നുപോയി. പഴയ വണ്ടിയല്ലേ, വട്ടം തിരിഞ്ഞൊരു നിൽപ്പ്. ജാൻസി ഇറങ്ങി ബോണറ്റ് തുറന്നു നോക്കി. എഞ്ചിനിൽ നിന്ന് പുക വരുന്നുണ്ട്. മഴ ചാടിത്തുടങ്ങി. ആ വിജനമായ വഴിയിൽ ജാൻസി തനിച്ചായി. അപ്പോഴാണ് ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടത്. സയമായിരുന്നു അത്. ജീപ്പ് വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ വണ്ടി നിർത്തി. എന്നതാ ജാൻസി, ഇവൻ പണി മുടക്കിയോ? അവൻ പതുക്കെ എടുത്തു ചോദിച്ചു. ജാൻസി അവനൊന്ന് നോക്കി. പിന്നെ മിണ്ടാതെ വണ്ടിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു. നീ ഒന്ന് മാറിക്കേ, ഞാൻ നോക്കാം. സയം ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ച് മുന്നോട്ട് വന്നു. വേണ്ട, എനിക്കറിയാം ഇത് ശരിയാക്കാൻ, നീ പൊക്കോ, അവൾ തറപ്പിച്ച് പറഞ്ഞു. എടി, മഴ പെയ്യും ഇപ്പോൾ. ഈ നേരത്ത് നീ ഇവിടെ ഒറ്റയ്ക്കാവും. ഒന്ന് നോക്കാൻ സമ്മതിക്ക് ജാൻസി. സയം നിർബന്ധപൂർവ്വം അവളെ മാറ്റി നിർത്തി പരിശോധിച്ചു. സയം തന്നെ ഒരു അരമണിക്കൂർ എടുത്തു അതൊന്ന് നേരെയാക്കാൻ. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റും മഴത്തുള്ളികളും ജാൻസിയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. സയം ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ജാൻസി, സോറി എടി, സയം പതിയെ പറഞ്ഞു. എന്നതിനാ ഇപ്പോൾ ഒരു സോറി? ടോമിയുടെ കാര്യത്തിലും പിന്നെ അന്ന് കവലയിൽ വെച്ച് കൈനീട്ടി നിന്നെ അടിച്ചതിനും. സയം ഒന്ന് വിട്ടേക്ക് സയമേ, അതൊക്കെ കഴിഞ്ഞിട്ട് 5-6 മാസമായില്ലേ? ജാൻസി ചോദിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറാനൊരുങ്ങി. അപ്പോഴേക്കും സയം അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. ജാൻസി അവനെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ടൊന്ന് നോക്കി. എന്നതാ സയമേ? വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്നതാ കാര്യം? പറഞ്ഞോട്ടെ, സയം ചോദിച്ചു. അവൻ്റെ മുഖത്ത് ഇന്നേ വരെ ഇല്ലാത്ത ഒരു കുസൃതി ചിരി. ഒന്ന് വേഗം പറയുന്നുണ്ടോ? എനിക്കുണ്ടല്ലോ ഈ ജാൻസി റാണിയോട് പ്രേമം. അത് നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം. സയം പതിയെ ചിരിച്ചു. ജാൻസിയുടെ മുഖം ആ പറച്ചിലിൽ വിളറി വെളുത്തുപോയി. നീ പൊയ്ക്ക സയമേ, തമാശ പറയാതെ ആളെ മെനക്കെടുത്തുന്നോ? ജാൻസി ജീപ്പിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴേക്കും സയം അവളെ ആ ജീപ്പിൻ്റെ സൈഡിലേക്ക് പിടിച്ച് ചേർത്തങ്ങ് നിർത്തി. കുതറി മാറുന്നവളെ അവൻ വരിഞ്ഞു മുറുക്കി. അതെന്താ അങ്ങനൊരു പറച്ചിൽ? ഈ തമാശ ആദ്യം തോന്നിയത് നിനക്കല്ലേ, അതും എന്നോട് ഇങ്ങോട്ട്? സയം ചോദിച്ചു. ജാൻസിയുടെ നെഞ്ചിടിപ്പേറി. ദേ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്കിഷ്ടവാ. കെട്ടുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടത്തുള്ളൂ. സയം പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ജാൻസി ബലമായി അവനെ അങ്ങ് തള്ളിയിട്ടു. സയമിൻ്റെ കൈ കല്ലിൽ തട്ടി ഉരഞ്ഞുപോയി. സയം എഴുന്നേറ്റ് വരുമ്പോഴേക്കും ജാൻസി വണ്ടിയും എടുത്ത് പാഞ്ഞുപോയി. നിന്നെ ഞാൻ എടുത്തോളാമടി ജാൻസി റാണി, സയം ചിരിച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. അന്ന് രാത്രിയും മഴയാണ്. അതിലും വലിയൊരു മഴ സയമിൻ്റെ ഉള്ളിലും ജാൻസിയുടെ ഉള്ളിലും പെയ്യുന്നുണ്ടായിരുന്നു. കുളിരുന്ന ഒരു പ്രണയമഴ. പുറത്തെ കുളിമുറിയിലാണ് സാധാരണ ജാൻസിയും ജൂലിയും എല്ലാം കുളിക്കാറ്. കിടക്കാൻ നേരം ഒന്ന് മേല് കഴുകിയില്ലെങ്കിൽ ജാൻസിക്ക് ഉറക്കം വരത്തില്ല. അന്നും മേല് കഴുകി തിരികെ വരുമ്പോഴാണ് പൊടുന്നനെ ആരോ അവളുടെ വായ പൊത്തിയത്. ആ കുളിമുറിയുടെ പുറകിലെ ഭിത്തിലേക്ക് അവളെ വലിച്ചു കൊണ്ടുപോയത്. ദേ, മിണ്ടാതെ നിന്ന കൊച്ചിന് കൊള്ളാം. ഇല്ലേ, സത്യമായിട്ടും നാട്ടുകാർ ഓടിക്കൂടിയാ ഞാൻ പറയും ജാൻസി എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന്. അടക്കിയ സ്വരത്തിൽ അവളുടെ ചെവിയിലേക്ക് ചുണ്ടടുപ്പിച്ച് സ്വകാര്യം പോലെ സയം പറയുമ്പോൾ ജാൻസി ഒരു ഉൾക്കിടലത്തോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു. അവളുടെ കഴുത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വിയർപ്പ് തുള്ളികളിലേക്ക് നോട്ടം ഒന്ന് പാറി വീണെങ്കിലും അവൻ ആത്മനിയന്ത്രണം വീണ്ടെടുത്തു. ദേ, ഞാൻ കൈയെടുക്കുവാണേ. അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. ഒരു ഉപദ്രവത്തിനും ഞാൻ വരത്തില്ല. സയം ഉറപ്പ് കൊടുക്കുന്ന പോലെ പറഞ്ഞു. അവൻ കൈമാറ്റിയ തൊട്ടടുത്ത സെക്കൻഡിൽ ജാൻസി കൈവീശി അവനൊന്ന് കൊടുത്തു കഴിഞ്ഞിരുന്നു. ചെവിയിൽ വല്ലാത്തൊരു ഇരമ്പൽ തോന്നി സയമിന്. ഒന്നുകൂടെ അവൻ്റെ മുഖത്തിന് നേരെ ഉയർന്ന കൈ അവൻ പിടിച്ചു വെച്ച് പിന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു.
വിട്, ജാൻസി കുതറി. സയേം ആ ചുമരിലേക്ക് അവളെ ഇടിച്ചു നിർത്തി അവൻ്റെ ഭാരം ഒട്ടാകെ അവളിലേക്ക് കൊടുത്തിരുന്നു. ഒരു വട്ടം ഞാൻ കൊണ്ടില്ലേടി, ആണുങ്ങളെ ഇങ്ങനെയൊക്കെ തല്ലാവോ? അണപ്പല്ലി ഇളകിപ്പോയല്ലോ കൊച്ചെ. അവൻ്റെ കൈക്കെടുത്ത് ജാൻസിയെ ഭയപ്പെടുത്തി. ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്താടാ, എന്താ നിൻ്റെ ഉദ്ദേശം? വിടടാ എന്നെ. ജാൻസി പല്ലിഞ്ഞെരിച്ച അമറി. ഉദ്ദേശം വളരെ വിശുദ്ധമാണ്. എനിക്ക് വേണ്ടതാണ് ദേ എൻ്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ പിടയുന്നത്. എനിക്ക് നിന്നെ വേണം, എൻ്റെ ഭാര്യയായിട്ട്, ജീവിതകാലം മുഴുവൻ ദേ ഇതുപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ. ജാൻസിയുടെ കണ്ണ് ഒന്ന് മിഴിഞ്ഞു വന്നു. ഇഷ്ടം കൊണ്ടടി കൊച്ചേ. സയം ഒന്നൂടെ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ശരീരത്തിൻ്റെ മൃദുലതയിൽ അവൻ ഒന്നാകെ ഒന്ന് വിറച്ചുപോയി. വിടടോ, അതെങ്ങനെ വിട്ടിട്ട് പോവും? ദേ ഇടനെഞ്ചി നീ കയറിയിട്ട് എത്ര ദിവസമായെന്നോ? ഹൃദയവേദന താങ്ങാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങ് പോന്നതാ എൻ്റെ കൊച്ചിനെ ഒന്ന് കാണാൻ. ഞാൻ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും കൂട്ടി വീട്ടിലോട്ട് വരാം. അന്നേരം നീ എൻ്റെ പെമ്പ്രന്നോത്തി ആവാമെന്ന് സമ്മതിച്ചാൽ മാത്രം മതി. തനിക്കെന്താടാ വെയ്യേ? ജാൻസി കണ്ണും മിഴിച്ച് അവനെ നോക്കി. ചിരിയോടെ സയം നെറുകയിൽ കെട്ടിവെച്ച അവളുടെ മുടിക്കെട്ട് അഴിച്ചുവിട്ടു. കാർമേഘം പോലെ ഞൊടിയിടയിൽ അത് ആ വെളുത്ത മേനിയിൽ പടർന്നിറങ്ങി. അവൻ്റെ ശ്വാസം ആ കാഴ്ചയിലൊന്ന് വിലങ്ങിപ്പോയി. കണ്ണുകൾ കുറുക്കി കവിളുകൾ ചുവന്ന് ചുണ്ടുകൂർപ്പിച്ച് തന്നെ നോക്കുന്നവളെ അവന് ഇറുക്കി പുണർന്ന് തുടരെ തുടരെ ചുംബിക്കാൻ തോന്നിപ്പോയി. പക്ഷെ കിട്ടിയ അടിയുടെ ചൂട് ഇപ്പോഴും കവിളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ആ സാഹസം സയം വേണ്ടെന്ന് വെച്ചു. ദേ ഞാൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. സയം പറയുന്നതിനൊപ്പം അവിടെ വെച്ചിരുന്ന ചെറിയ കാർഡ്ബോർഡ് പെട്ടി അവൾക്ക് നേരെ നീട്ടി. ജാൻസി സംശയത്തോടെ അത് തുറന്നു നോക്കി. ഒരു കുഞ്ഞി നായക്കുട്ടിയാണ് അതിനുള്ളിൽ. ടോമി അവൾക്ക് കിട്ടുമ്പോഴും അത്ര ചെറുതായിരുന്നു. ജാൻസി ആശ്ചര്യഭാവത്തിൽ സയേമിനൊന്ന് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ സയേമിൻ്റെ ഉള്ളിൽ പിന്നെയും പ്രണയം പൂത്തു. എന്നാലും നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ട് ഞാൻ വെറും കൈയോടെ അങ്ങ് പോകുന്നത് എങ്ങനാ? പറയലും സയേമിൻ്റെ അതരം നേരിയൊരു തണുപ്പ് പടർത്തി ജാൻസിയുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു. അവൾക്ക് തടുക്കാൻ സാധിക്കുന്നതിനും മുന്നേ തടിച്ചു നിന്ന് അവളുടെ കവിളിൽ തട്ടി മഞ്ഞു കൊള്ളാതെ കയറിപ്പോ കൊച്ചേ എന്നും പറഞ്ഞ് ഇരുട്ടിലേക്ക് മറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മായാത്ത കുസൃതി ചിരിയാണ്. ആ ചിരി പതിയെ ജാൻസിയിലേക്കും വ്യാപിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ജാൻസിയുടെയും അവളുടെ സണ്ണിച്ചൻ്റെയും പ്രേമകാലമായിരുന്നു. അങ്ങനെ സയേമിൻ്റെ ജാൻസി റാണി അവൻ്റെ മണവാട്ടിയായി മാറി. കുരിശിങ്കലെ മരുമകളായി മാറി. അവൻ്റെ കൊച്ചുങ്ങളുടെ അമ്മയുമായി. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതേപോലെ ഷോർട്ട് സ്റ്റോറീസ് വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക്